എന്തായിരുന്നു അമിത്ഷായുമായിട്ട് രഹസ്യമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം. ഒരു തെരഞ്ഞെടുപ്പ് വിഷയവും ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് ഇല്ല. കോൺഗ്രസ് ഇത്രയധികം അതമ്പതിച്ചിരിക്കുന്നു. ഡീലിന്റെ രണ്ടാമത്തെ ഉസ്താദ് KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സ്റ്റാഫിനെ അടക്കം പുറത്താക്കി എന്ന് പറയുന്നു. ശ്രീ രാജു പി നായർ, ഡീൽ ആരോപണം കേരളത്തിന് പുതിയതല്ല. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് ഇത് ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വീണ്ടും ഡീൽ, അതും മുഖ്യമന്ത്രിക്കെതിരെ വളരെ സ്പഷ്ടമായി ആഴത്തിൽ പ്രിസൈസായി ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ലക്ഷ്യം? അത് വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള രഹസ്യ സംഭാഷണങ്ങളും ഡീലുകളും ഒക്കെ നടന്നിട്ടുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. ഇത് ആദ്യമായിട്ടുള്ള ഒരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഒട്ടേറെ ഇത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങ് തന്നെ ഇവിടെ സൂചിപ്പിച്ചു, അമിത്ഷായുമായിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഒരു മുഖ്യമന്ത്രിക്കും BJPയുടെ ഒരു നേതാക്കന്മാർക്ക് പോലും ലഭിക്കാത്ത സൗകര്യം പിണറായി വിജയന് കിട്ടി എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അതിനപ്പുറം എന്തായിരുന്നു അമിത്ഷായുമായിട്ട് രഹസ്യമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം. ഏകദേശം 1.5 വർഷം 2 വർഷത്തിനടുത്താവുന്നു കേരള ഹൗസിൽ വെച്ചിട്ട് നിർമ്മലാ സീതാരാമനുമായിട്ട് നടന്ന കൂടിക്കാഴ്ച. അവിടെ കൂടെ ഉണ്ടായിരുന്നത് ഗവർണർ അർലേക്കറാണ്. അർലേക്കർ ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചിയിലെ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബീഹാറിൽ വെച്ച് അദ്ദേഹം വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സത്യാഗ്രഹ സമരത്തിലൂടെ നേടിയതല്ല, സായുധ കലാപത്തിലൂടെ നേടിയതാണെന്ന്. അത്രമാത്രം അടിയുറച്ച രക്തത്തിലൂടെ RSS ഓടുന്ന ഒരാൾ. അദ്ദേഹത്തെയും കൂട്ടിയിട്ട് ഈ നിർമ്മലാ സീതാരാമനെ കണ്ടു. കൂടെ നമ്മുടെ ദല്ലാളും ഉണ്ടായിരുന്നു. കൊച്ചിയും കേരളവും ഡൽഹിയും തമ്മിലുള്ള ഒരു ദല്ലാളും ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ നമ്മൾ നികുതി അടയ്ക്കുന്ന പൗരന്മാർക്ക് കേരളത്തിന്റെ ഏത് വിഷയമാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മുന്നിൽ ആ ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഉയർത്തിയതെന്നുള്ളതും അതിന് എന്ത് മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്, അത് നിഷേധിച്ചോ അല്ലെങ്കിൽ അതിനോട് അനുകൂലമായ സമീപനം എടുത്തോ, എന്താണ് സംഭവിച്ചതെന്ന് റാഷിദിനെ പോലുള്ള മാധ്യമപ്രവർത്തകർക്കോ അല്ലെങ്കിൽ എന്നെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കോ സർക്കാർ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും എന്ത് വിഷയം സംസാരിച്ചു എന്ന് പറഞ്ഞോ? പുട്ടും കടലയും കഴിച്ചു എന്നുള്ളതിനപ്പുറം രാഷ്ട്രീയത്തിൽ എന്തറിയാം ആ യോഗത്തെ സംബന്ധിച്ച്? എന്ത് വിഷയമാണ് സംസ്ഥാനത്തിന്റെ ഏത് വിഷയമാണ് ഉയർത്തിയത്? സ്പെസിഫിക് ആയിട്ടൊന്ന് പറയും. അല്ല, താങ്കൾക്ക് ഇത് ഡീലാണ് എന്നതിന് എന്താണ് തെളിവ്? രണ്ട് ഭരണകർത്താക്കൾ, ശരി, അതിന്റെ കൂട്ടത്തിൽ ഗവർണർ ഉണ്ടായിരുന്നു, ശരി. കേരള ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ ഭരണകേന്ദ്രങ്ങളിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടമാണ്. അവിടെയാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. ധനമന്ത്രി ഇങ്ങോട്ട് വരികയായിരുന്നു, ശരിയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അത് ഡീലാണ് എന്നത് സന്ദർഭവശാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള രാഷ്ട്രീയമായ പ്രചാരണത്തിന്റെ ഭാഗമായി ഉയർത്താനുള്ള ഒരു അവസരമാക്കി ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും? അല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ട്. നമ്മൾ രാഷ്ട്രീയത്തിൽ ക്യൂട്ട് പ്രോക്കോ എന്ന് പറയും. ഇപ്പൊ തൽക്കാലം മറന്നുപോയൊരു വാക്കാണ് ക്യൂട്ട് പ്രോക്കോ. മൻമോഹൻ സിംഗിന്റെ സമയത്തെല്ലാം 2014 മുമ്പ് പല മന്ത്രിമാർക്കും രാജിവെക്കേണ്ടി വന്നത് ഈ ക്യൂട്ട് പ്രോക്കോ ആരോപണത്തിന്റെ പേരിൽ കൂടിയാണ്. ആരാണ് നിർമ്മലാ സീതാരാമൻ? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. SFIO മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ആ SFIOയിൽ പ്രതിയേർത്ത ആളാരാ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് ബന്ധമില്ലേ? ഒരു ഉദ്യോഗസ്ഥനെ പോലും പങ്കെടുപ്പിക്കാതെ ഈ രാഷ്ട്രീയ നേതൃത്വം മാത്രം ഇരുന്ന് കേരള ഹൗസിൽ ഇന്നുവരെ നമുക്കാർക്കും എന്തിനെ സംബന്ധിച്ച് സംസാരിച്ചു എന്നറിയാത്ത യോഗത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് അതിനകത്ത് ദുരൂഹത കണ്ടില്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എത്രമാത്രം നിഷ്കളങ്കരായി പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത് മറ്റൊന്ന്, അദ്ദേഹം ശ്രീഎമ്മുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളെ കുറിച്ച് നമുക്കറിയാം. സ്വകാര്യ വാഹനത്തിൽ പോയി രഹസ്യമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളെ കുറിച്ച് നമുക്കറിയാം. ADGP ആയിട്ടുള്ള അജിത് കുമാർ RSSന്റെ ഏറ്റവും തീവ്രവാദികളായിട്ടുള്ള 2 നേതാക്കന്മാരെ 10 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ ഈ കൊച്ചിയിലും തിരുവനന്തപുരത്ത് വെച്ച് കണ്ടത് നമുക്കറിയാം. അത് ഒരു സ്വകാര്യ ഹോട്ടലിൽ കാർ ഉപേക്ഷിച്ച് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഔദ്യോഗിക വേഷം ഉപയോഗിച്ച് തൃശ്ശൂരിൽ പോയി 1 മണിക്കൂർ RSSന്റെ നേതാവിനെ കണ്ടത് എന്തിനായിരുന്നു? ഈ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായിട്ടുള്ള RSS ഈ രാജ്യത്തിലെ ഒരു വിധ്വംസക ശക്തിയാണ് എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ ലൈൻ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ അതിനു മുമ്പ് സ്വപ്ന സുരേഷിന്റെ വിഷയം വന്നപ്പോഴും ഇടപെട്ട ഉദ്യോഗസ്ഥനാണല്ലോ. അത് മാത്രമല്ല തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ഇടപെട്ട ഉദ്യോഗസ്ഥനാണല്ലോ. അതെല്ലാം നിൽക്കുന്നൊരു ഷെയ്ഡി ക്യാരക്ടറാണ്. ആ ഷെയ്ഡി ക്യാരക്ടർ എന്തിനാണ് സർക്കാരിനെ അറിയിക്കാതെ ആ തീവ്രവാദികളായ 2 നേതാക്കന്മാരെ പോയി കണ്ടത് എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. ഇനി നമ്മുടെ ഹൈവേ മുഴുവൻ തകർന്നു. ഹൈവേ തകർന്നപ്പോഴെല്ലാം നമ്മളെല്ലാം കോൺഗ്രസ് എല്ലാം ആരോപിച്ചത് അദാനിക്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഏറ്റവും ഉയർന്ന രീതിയിലുള്ള കോൺട്രാക്ട് അത് സബ്ലെറ്റ് ചെയ്ത് 900 കോടിയുടെ അഴിമതി ഉണ്ടായിരിക്കുന്നു. കൂരിയാട് മുതൽ ഇങ്ങോട്ടേക്ക് നിരവധി സ്ഥലങ്ങളിൽ ആ ഹൈവേ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ ചോദിച്ചല്ലോ, പഞ്ചസാരയിൽ പൊതിഞ്ഞ ഒരു വിമർശനമെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്.
നിതിൻ ഗഡ്കരി അതിനുശേഷം കണ്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. പട്ടും പുടവയും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിന് ആദരങ്ങളൊക്കെ അർപ്പിച്ചല്ലേ പോകുന്നത്. അതിനകത്തൊരു അന്വേഷണം വേണമെന്ന് പോലും പറഞ്ഞില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയും ഗഡ്കരിയും തമ്മിൽ സംസാരിച്ചതിൻ്റെയും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യത്തിന്റെയും ഒരു 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 ധാരണയുടെ പുറത്താണോ ഒരു രാഷ്ട്രീയമായിട്ട് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിനെയും ആ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെയും അഴിമതിയുടെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന കേരളത്തിലെ അത്രമാത്രം വലിയ ഒരു ഹൈവേ തകർച്ചയെ സംബന്ധിച്ച് ആ മന്ത്രിക്കെതിരെ ആ മന്ത്രാലയത്തിനെതിരെ ഒരാരോപണം പോലും ഉന്നയിക്കാൻ പോട്ടെ ഒരു പരാതി പോലും എഴുതി കൊടുത്തില്ലല്ലോ ഈ ഗവൺമെന്റ്. ആ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ മുമ്പിൽ നിതിൻ ഗഡ്കരി ആസ് എ മിനിസ്റ്റർ യൂണിയൻ മിനിസ്റ്റർ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി കാണുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു, ദേശീയപാത വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നു. അതിന്റെ ഡേറ്റ് അടക്കം എന്തിനു വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച നടക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതല്ല കൂടിക്കാഴ്ച, മറ്റൊരു രഹസ്യ കേന്ദ്രത്തിൽ നമ്മൾ അറിയാത്തൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന്. അതില്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ ബാക്കി അപ്പോൾ നോക്കാമെന്ന്. കെ എസ് അരുൺകുമാർ CPM-ന്റെ മറുപടി എന്താണ്? ഇനി കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 2 ദിവസമാണ് ഒരു ഓപ്പൺ പ്രചരണം നടത്താൻ കഴിയുക. നാളെയും മറ്റന്നാളുമായിട്ട് പ്രചരണം തീരുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മുന്നണിയും പ്രകടന പത്രികയും പുറത്തിറക്കി. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമയമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു തീപാറുന്ന പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. ആ സമയം വർഷങ്ങൾ മുമ്പ് ഒരു ഫെഡറൽ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാരെ സന്ദർശിച്ച വാർത്തയും പൊക്കിയെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് വന്ന് പറഞ്ഞ് ആ പറയുന്ന വാചകം മനോരമ പോലുള്ള ഒരു ചാനൽ കൗണ്ടർ പോയിന്റിൽ ചർച്ച ചെയ്യുന്നു, ഡീൽ എന്ന് പറഞ്ഞ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയവും ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് ഇല്ല, കോൺഗ്രസ് ഇത്രയധികം അധംപതിച്ചിരിക്കുന്നു. മൃതശരീരത്തിന്റെ കണക്കു പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ച് ആ പിരിവിന്റെ ഭാഗമായി ആപ്പിലൂടെ കിട്ടിയ കോടി മുക്കി നക്കി ആ പണം മുഴുവൻ വച്ചതിന് ശേഷം ഈ ജനങ്ങളെ കബളിപ്പിച്ച് രംഗത്ത് വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാക്കാതിരിക്കാൻ രാജു പി നായരെക്കൂട്ടുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികളെ ശരിക്കും അങ്ങ് വിട്ടിരിക്കുകയാണ്. പ്രത്യേകമായിട്ടുള്ള ചുമതല കൊടുത്ത് വിട്ടിരിക്കുകയാണ്. എന്നിട്ട് പൊതുസമൂഹത്തിലേക്ക് ചില ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇതേപോലെ 3-4 ദിവസം മുമ്പ് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ട് അതിന് നിങ്ങൾ മറുപടി പറഞ്ഞോ? ആരാ ഈ KC വേണുഗോപാല്? ഈ ഏറ്റവും അവസാനം ബീഹാറിൽ നിന്നുള്ള രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസിന്റെ MLA-മാരെ വോട്ടെടുപ്പിന് മാറ്റി നിർത്താതെ BJPക്ക് ജയിക്കാൻ സാഹചര്യം ഒരുക്കിയ ഡീലിന്റെ ഉസ്താദ് KC വേണുഗോപാൽ ഇപ്പൊ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ. ഹരിയാനയിൽ കോൺഗ്രസിന്റെ ഹരിയാനയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, ആ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കോടികൾ തട്ടിപ്പ് നടത്തി മേടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രവും പുറത്തു വന്നു. ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുക. ഡീലിന്റെ 2ാമത്തെ ഉസ്താദ് KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സ്റ്റാഫിനെ അടക്കം പുറത്താക്കി എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിലും ഗോവയിലും കോൺഗ്രസ് ഒറ്റക്കക്ഷിയായിട്ട് ഉയർന്നു വന്നിട്ടും സർക്കാർ രൂപീകരിക്കാതെ MLA-മാരെ BJPക്ക് വിറ്റ ഡീല് നടത്തിയ KC വേണുഗോപാൽ ഡൽഹിയിൽ നമ്മൾ കണ്ടല്ലോ ആം ആദ്മി പാർട്ടിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് കെജ്രിവാളിനടക്കം ജയിലിടാൻ നേതൃത്വം കൊടുത്ത ഡീലിന്റെ ഉസ്താദ് KC വേണുഗോപാൽ 3 തവണയായി ഡൽഹിയിൽ 0 സീറ്റായിട്ട് അവശേഷിക്കുന്ന ആ കോൺഗ്രസിനെ 0-ൽ ഉറപ്പിച്ചു നിർത്തുന്ന ആ KC വേണുഗോപാൽ തന്റെ രാജ്യസഭാ സീറ്റ് കൃത്യമായി അടിയറ വെച്ച് ആലപ്പുഴയിൽ വന്ന് മത്സരിച്ച് BJPക്ക് വിറ്റ KC വേണുഗോപാൽ അത്തരത്തിൽ ഡീലിന്റെ ഉസ്താദ് വന്നിട്ട് പറയുകയാണ് ഇത് കേരളത്തിൽ മുഖ്യമന്ത്രി പോയി അല്ലെങ്കിൽ മന്ത്രിമാർ പോയി ഡൽഹിയിൽ ഒരു ഫെഡറൽ രാജ്യത്ത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ആ പോരാട്ടം ഇതാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നു. നിങ്ങൾ കേരളം ഭരിക്കുമ്പോൾ 2011 മുതൽ 16 വരെ ദേശീയപാത ഉപേക്ഷിക്കപ്പെട്ടു. ഈ കേരളത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞ് ദേശീയപാത അതോറിറ്റി പൂട്ടും താക്കോലും ഉപയോഗിച്ച് ഓഫീസ് പൂട്ടി തിരിച്ചുപോയി. ആ ദേശീയപാത അതോറിറ്റിയെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിരവധി ചർച്ച, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഏറ്റവും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഡൽഹിയിൽ പോയി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാ ദേശീയപാതയെ. നമുക്കറിയാം 5580 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടാണ് ഈ ദേശീയപാതയുടെ പണി കേരളത്തിൽ പുനരാരംഭിച്ചത്. താങ്കൾക്കറിയോ? കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട നികുതി പല ഘട്ടത്തിലും നിഷേധിച്ച് കൃത്യമായി പല കേന്ദ്ര പദ്ധതികളും കേരളത്തിന് ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ കടമെടുപ്പ് തോതിൽ അന്യാധീനമായിട്ടുള്ള നിബന്ധനകൾ വെച്ചു. പെൻഷൻ കമ്പനികൾ തകർക്കാൻ നോക്കി, കിഫ്ബിയെ തകർക്കാൻ നോക്കി. ആ സമയത്തും ഡൽഹിയിൽ പോയി അന്തസ്സായി ചർച്ച നടത്തിയിട്ടുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ടത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ പോയി സമരം നടത്തിയിട്ടുണ്ട്.
മറ്റു സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തി. അന്നല്ല ആ പ്രക്ഷോഭത്തെ ഉറ്റിക്കൊടുത്തതാണ് കെ സി വേണുഗോപാലും കോൺഗ്രസ് നേതാക്കന്മാരും. സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിൽ ആ കേസ് നിലനിൽക്കുകയാണ്. അങ്ങനെ ഈ കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എണ്ണമറ്റ പോരാട്ടം നടത്തി. നിങ്ങൾ പറഞ്ഞല്ലോ സപ്ലൈകോ അടച്ചുപൂട്ടും, പെൻഷൻ കമ്പനി കൃത്യമായിട്ട് പെൻഷൻ മുടങ്ങും, അതുപോലെ തന്നെ ട്രഷറികൾ അടച്ചുപൂട്ടും, കേരളം സോമാലിയാകാൻ പോകുന്നു, ശ്രീലങ്കയാകാൻ പോകുന്നു, കേരളം തകർന്നു തരിപ്പണമാകാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് എല്ലാ ഘട്ടത്തിലും ഈ കേരളത്തെ അപമാനിച്ചവർ ഇപ്പൊ എന്തേ? കേരളത്തിന്റെ കടം നിങ്ങളൊന്ന് പരിശോധിക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമുള്ള 17 സംസ്ഥാനങ്ങളിൽ ഈ കേരളം ഇല്ല. ഇത്തരത്തിൽ കേന്ദ്ര അവഗണനകൾക്കിടയിലും കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ അവകാശത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. അത് സമരങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, അതോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങളിലൂടെ. അങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് തങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ, ഏറ്റവും വലിയ കച്ചവടം, അഴിമതി, കക്കലും മുക്കലും അത് മുക്കിക്കളയാൻ വേണ്ടി ഒരാരോപണമായിട്ട് വരും. എന്നിട്ട് ചർച്ച ചെയ്തോ, നിങ്ങൾ തെളിവ് പുറത്തുവിടും. നാണമില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും കാര്യങ്ങൾ വസ്തുതാപരമായി പറയണമെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിട്. ഞങ്ങൾ ഇത്രയും പറയും. രഹസ്യ കേന്ദ്രം നിങ്ങൾ പറയൂ. അങ്ങനെ പറയാൻ മനസ്സില്ല. നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. രഹസ്യകേന്ദ്രത്തിൽ ചർച്ച ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഈ കേരളത്തിലെ വികസനം ചർച്ച ചെയ്യരുത്, ക്ഷേമ പദ്ധതികൾ ചർച്ച ചെയ്യരുത്. ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ ഒരു കാര്യം, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ പുറത്തുവിട്. നിങ്ങൾ പറഞ്ഞല്ലോ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പണം പിരിച്ചു. ഇദ്ദേഹം തന്നെയാ പുറത്തു കൊണ്ടുവന്നേ. കൃത്യമായി വിവരം വന്നില്ലേ? പിരിച്ചിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ടോ, നേടിയിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ടോ, അതിന് കൃത്യമായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ വെച്ച് പല ഘട്ടത്തിലും പത്രസമ്മേളനം നടത്തി ഇന്ന ആവശ്യത്തിന് മന്ത്രിമാരെ കാണുന്നു, കേന്ദ്രമന്ത്രിമാരെ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും നടക്കുന്ന ചർച്ചയായി മാത്രമേ അതിനെ കാണേണ്ടുള്ളൂ. അത് ഡീൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. കോൺഗ്രസിന് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് എന്നുള്ളതാണ് CPM വിശദീകരിക്കുന്നത്.